ഹായ്, വെറുതെ ഇരിക്കുമല്ലേ, നമുക്കൊരു കടന്നൽക്കൂട്ട് കല്ലെറിഞ്ഞാലോ? ഹായ്. അപ്പോൾ ദേ നമ്മുടെ തലയ്ക്ക് മുകളിലൊന്ന് പ്രതിസന്ധിയായിട്ട് നിന്നിരുന്ന ആ കടന്നൽക്കൂട് ഉണ്ടല്ലോ, ആ കടന്നൽക്കൂടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതെന്താണ് സംഭവം എന്നറിയാമോ? നമ്മളന്ന് കാട് വെട്ടി തെളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അത് നോക്കിയിരുന്നത്. അന്നേരമാണ് ഈ ഒരു പ്രതിസന്ധി നമ്മുടെ കയ്യിലേക്ക് വന്നത്. ഇതെന്താണ് സംഭവം? പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നമ്മളന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് തെറിവിളികൾ കേൾക്കേണ്ടി വന്നു. അത് പോരാഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ പറയുന്നറിയാമോ, പലരും പല കാര്യങ്ങൾ പറഞ്ഞു. ഇത് തേനീച്ചയാണ്, കാട്ടു തേനീച്ചയാണ്, പിന്നെ ഞൊടിയൽ, വേട്ടാവളിയൻ, എന്തെന്നാ പിന്നെ ഈ മഹാളി, അങ്ങനെയൊക്കെയുള്ള കുറേ പേരുകൾ പറഞ്ഞു. സംഭവം അതിൻ്റെയൊക്കെ ഒരു വകഭേദമായിരുന്നു ഇത്. ആരോ പറഞ്ഞിരുന്നു 3 മാസം വന്ന് കൂട് കൂട്ടിയിട്ട് അവർ 3 മാസം കഴിയുമ്പോൾ അത് തിരിച്ചു പോകും, അങ്ങനത്തെ ഒരു ദേശാടന സംഭവം ഉണ്ടായിരുന്നു ആണെന്ന് പറഞ്ഞു. ഏകദേശം എനിക്ക് തോന്നുന്നു അതായിരുന്നു തോന്നുന്നു ശരി. ഇപ്പോൾ അത്യാവശ്യം അവർ കാട് വെട്ടിത്തെളിക്കാൻ കണ്ടില്ലേ, ഈ കാടൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ വെട്ടിത്തെളിക്കാൻ വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അവിടെ കടന്നലുണ്ട് പോകരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ തന്നെ പറഞ്ഞത് അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞെന്ന്. അപ്പോൾ ഇത് അവർ വെട്ടി അവിടെ വലിച്ചിട്ടതാണ്. ഇതെങ്ങനെ ഉണ്ടാവും സംഭവം? അടിപൊളിയല്ലേ? നമ്മളന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അന്നൊരു വീഡിയോ അങ്ങനെ കാണിച്ചിരുന്നത്. അല്ലാതെ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കടന്തൽ, തേനീച്ച എന്നൊക്കെ പറയുന്ന സാധനങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മളന്നൊരു തമാശയ്ക്ക് വേണ്ടി ആ ഒരു വീഡിയോ അങ്ങനെ ചെയ്തതാണ്. അപ്പം പുതിയതായിട്ട് വീഡിയോ കണ്ടവരായിരിക്കാൻ തോന്നുന്നു എനിക്ക് വേണ്ടി എന്താണ് കമൻറ്റ് ചെയ്ത് തന്നെ കൊല്ല ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, വേറെ വിഷയമൊന്നുമില്ല. എനിക്ക് എന്നാലും ചെറിയ വിഷമം തോന്നി. കാരണം നമ്മളുടെ വീഡിയോയ്ക്കകത്ത് നമ്മളിങ്ങനെ അത്തരത്തിലുള്ള ഒരു ഇതൊന്നും കാണിക്കില്ലല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഇത്. പ്രത്യേകിച്ച് വേറെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്തൊന്നും ഇല്ല സംഭവം. അവർ പോയി ഇതേപോലെ തന്നെ ഇനി അടുത്ത ഇത് കൂട്ടും. ഇതിൽ തേനൊന്നും അവർ നിക്ഷേപിച്ച് വെച്ചിട്ടില്ലായിരുന്നെന്നാണ് പറയുന്നത്. ഇത് ഞൊടിയൽ എന്ന് പറഞ്ഞാൽ മറ്റേ സാധനമാണ്, അത് വേട്ടാവളിയൻ, മഹാളി എന്നൊക്കെ പറയാം. അപ്പോൾ അത് മണ്ണുകൊണ്ടാണ് കൂട് കൂട്ടുന്നത്. ഇത് മണ്ണല്ല ശരിക്കും, ഇത് കടന്തൽ, ഹണിക്കോമ്പ് എന്ന് പറയുന്ന സാധനം തന്നെയാണ്. ഇത് ശരിക്കും അത് തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഈ അറിയാവുന്നവർ, ഇതൊക്കെ കണ്ടിട്ടുള്ളവർ, ഇതൊക്കെ അവർക്കൊരു വലിയ കാര്യമല്ലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഇത് അന്ന് അത്രയും സംഭവങ്ങൾ നിറഞ്ഞിരുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു. കാരണം ഇത്രയും അടുത്തും ഇത്രയും കൺമുന്നിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനത്തെ കാണുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അപകടകാരി ആയിരിക്കാം, പക്ഷേ അത് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കുത്തിയേക്കാൻ നിൽക്കാൻ സ്ഥലമില്ലാതെ വന്നേക്കാം. പക്ഷെ അതെന്തായാലും ഈ പറഞ്ഞ മാതിരി കാട്ടുതേനീച്ചയല്ലായിരുന്നു, തേനീച്ചയല്ലായിരുന്നു, കടന്നലും അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സമാധാനമായി. ഈ പറഞ്ഞ മാതിരി ആരോ അത് പറഞ്ഞിരുന്നു, പറഞ്ഞ ആൾ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ദേശാടന സാധനമായിരുന്നു. 3 മാസത്തേക്ക് അവർ കൂട് കൂട്ടി അവരെടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവരുടെ വേറെ ലോകം അന്വേഷിച്ച് പോയി. അപ്പോൾ ഓക്കെ, ബൈ, ഹാപ്പി ലൈഫ്.